തീറ്റപ്രാന്തനായ പ്രേതം. പലതരത്തിലുള്ള പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടാവും. തീറ്റപ്രാന്തനായിട്ടുള്ള പ്രേതത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. യുണീക്ക് പ്രേതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ആ പ്രേതത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ബഗാസുര റെസ്റ്റോറന്റ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഹൊറർ കോം ആണ്. ഒന്നും കാണാനില്ലാത്തപ്പോ കണ്ടൊരു ഹൊറർ കോം ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് സീറോ. സീറോ അല്ല, മൈനസ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലോ എക്സ്പെക്ടേഷനിൽ കണ്ട സിനിമയാണ്. സോ ഇപ്പോ ഒരു ലോഡ് ഹൊറർ കോം ഇറങ്ങുന്നുണ്ട്. ആരും നല്ലൊരു ഹൊറർ സിനിമ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹൊറർ കോം ആണ് എന്റെ ഫേവറേറ്റ് ജോണർ. ഹൊറർ കോം പറഞ്ഞാൽ ഹൊറർ കോമഡി അല്ല, ഹൊറർ കോമാളിത്തരം. സോ 2025 ഈ ബാക്കിയുള്ള മാസങ്ങളിൽ എല്ലാവരും പല സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ സിനിമയ്ക്കാണ്. ഭൂതകാലം സിനിമയ്ക്ക് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി. അതിന്റെ ഒരു 10x നമുക്ക് ഇതിന്ന് കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അങ്ങേർക്ക് മാത്രമേ എനിക്ക് തോന്നുള്ളൂ പ്രോപ്പർ ആയിട്ട് ഒരു ഹൊറർ പടം എടുക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും എനിക്കറിയില്ല. അവർ ഹൊറർ എടുക്കാൻ നോക്കും, പിന്നെ അത് ഹൊറർ ത്രില്ലർ ആവും, ഹൊറർ കോമാളിത്തരാവും, അങ്ങനെയൊക്കെ പോവും. സോ ബഗാസുര റെസ്റ്റോറന്റ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് മിത്തോളജിക്കൽ എലമെന്റ്സും അതേപോലെ തന്നെ ഫാന്റസി എലമെന്റ്സിന്റെ ഒരു സംഭവമുണ്ട്. ശിവന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, താന്ത്രിക വിദ്യയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മംഗൾവാരം ആ ഒരു സിനിമ ഇറങ്ങിയപ്പോ തൊട്ടുള്ള സംഭവമാണ് ഈ മിത്തോളജിക്കൽ എലമെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യല്. ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും, അതെന്നെ പിടിച്ച് എല്ലാ ഇൻഡസ്ട്രിക്കാരും പോവും. ഇതിപ്പോ നമ്മുടെ ലോക സിനിമയിൽ ഇപ്പൊ സൂപ്പർ ഹീറോ പടം ഇറങ്ങി. ഇനിയിപ്പോ എല്ലാ ഇൻഡസ്ട്രിക്കാരും പെട്ടിക്കട ഇടുന്ന പോലെ